ചെന്നായയ്ക്ക് പറ്റിയ ഒരമളി. ഒരു വീട്ടിൽ ഒരു നായക്കുട്ടിയുണ്ടായിരുന്നു. വീട്ടുമുറ്റത്താണ് അത് എന്നും കിടന്നുറങ്ങുക. ഒരു ദിവസം കാട്ടിലൊന്നും തിന്നാൻ കിട്ടാഞ്ഞ് ഒരു ചെന്നായ നാട്ടിലേക്ക് വന്നു. വന്നെത്തിയതോ നായക്കുട്ടി ഉറങ്ങുന്ന വീട്ടുമുറ്റത്തും. നായക്കുട്ടി ഉണർന്നപ്പോൾ എന്താണ് കണ്ടത്? ചെന്നായ തന്നെ പിടിച്ചു തിന്നാൻ റെഡിയായി നിൽക്കുകയാണ്. നായക്കുട്ടിക്ക് പെട്ടെന്ന് ഒരു ഉപായം തോന്നി. അവൻ താണു വീണ് ഇങ്ങനെ പറഞ്ഞു: ചെന്നായ ചേട്ടാ, ചേട്ടൻ വിശന്ന് വലഞ്ഞു വന്നിട്ട് പെൻസിൽ പോലെയുള്ള എന്നെ കൊന്നു തിന്നിട്ട് എന്താകാനാണ്? കുറച്ചു ദിവസം ഒന്ന് ക്ഷമിക്കൂ. അടുത്ത് തന്നെ ഈ വീട്ടിൽ ഒരു വിവാഹം നടക്കും. അതുവരെ ഇവിടെ എന്നും സദ്യയായിരിക്കും. എന്നും സദ്യയുണ്ട്. ഞാൻ ഒരുപാട് തടിക്കും. അപ്പോഴെന്നെ തിന്നാൻ എന്ത് രുചിയായിരിക്കും എന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തൽക്കാലം വേറെ എന്തെങ്കിലും തിന്ന് ചേട്ടൻ ഒരു മാസം കഴിഞ്ഞു വരൂ. ചെന്നായക്ക് തോന്നി ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. അതുകൊണ്ട് ചെന്നായ തിരിച്ചുപോയി. തൽക്കാലം ഒരു കോഴിക്കുഞ്ഞിനെ തിന്ന് വിശപ്പടക്കി. ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദിവസം ഇര കിട്ടാതെ ചെന്നായ വലഞ്ഞു. അപ്പോൾ അവന് ഓർമ്മ വന്നു ആ നായക്കുട്ടിയുടെ കാര്യം. അവനിപ്പോൾ തടിച്ചുരുണ്ട് കുട്ടപ്പനായി നടക്കുന്നുണ്ടാകും. അവനെ തന്നെയാകാം ഇന്ന് ഭക്ഷിക്കുന്നത്. അതും വിചാരിച്ച് ചെന്നായ കാടിറങ്ങി നായക്കുട്ടിയുടെ വീട്ടിലെത്തി. പക്ഷേ അവിടെ അവനെ കണ്ടില്ല. ചെന്നായ നിന്ന് പരതുമ്പോൾ പുരപ്പുറത്ത് നിന്ന് നായക്കുട്ടി കുരയ്ക്കാൻ തുടങ്ങി. ഒച്ചയുണ്ടാക്കാതെടാ, ഇത് ഞാനാ, ചെന്നായ ചേട്ടൻ. ഇറങ്ങി വാ, വന്ന് നിന്റെ വാക്ക് പാലിക്ക്. നായക്കുട്ടി പറഞ്ഞു. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ചെന്നായ ചേട്ടാ. ഒരു ഇരയെ കിട്ടിയാൽ അപ്പോൾ തന്നെ തിന്നണം, അതാണ് ബുദ്ധി. അതും പറഞ്ഞ് നായക്കുട്ടി ഉറക്കെ കുരച്ച് വീട്ടുകാരെ ഉണർത്തി. അവർ ചെന്നായയെ വളഞ്ഞിട്ട് പിടിച്ച് തല്ലിക്കൊന്നു.